കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടെങ്കിൽ രേണുസുതിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേ ഇരിപ്പുണ്ടായിരുന്നു. അതിലും മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതെനിക്ക് രേണുസുതിക്കുണ്ടെങ്കിൽ ക്യാൻസറാണ്, അതുകൊണ്ട് ഈ ദുബായി വെച്ചിട്ടാണ് മനസ്സിലായത്. അതിന് ശേഷം കൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ള രീതിയിലായിരുന്നു അവർ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത് ഇങ്ങനെയാണോ ഉള്ളതാണോ അങ്ങനെ തന്നെ നമുക്ക് വേണമെന്നുള്ള രീതിയിൽ പല കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പിന്നെ രേണു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ തനിക്ക് ഒരു അസുഖവും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ രേണുവിൻ്റെ ഇൻസ്റ്റയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണക്ക് തൻ്റെ സഹോദരി ഉണ്ടായി തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് ആശുപത്രിയിൽ നിൽക്കുന്നതായിട്ടുള്ളൊരു ഫോട്ടോയാണ് ഇത് കണക്ക് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ഇട്ടതിന് ശേഷം ഉണ്ടായി ആൾക്കാർ ഒരുപാട് പേര് വന്നിട്ട് എന്ത് പറ്റി, പിന്നെ ഒരുപാട് പേര് വന്നിട്ട് ഏത് അസുഖമായിരുന്നാലും ശരി ഗുണമാകട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിന് റിപ്ലൈ എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മോന് വേണ്ടിയെങ്കിലും ഒന്ന് ഈ അസുഖങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് വെളി വന്നതിന് ശേഷം ഒരുപാട് പേര് പറയുന്നത് ആ ക്യാൻസർ തന്നെയാണ് ഇത്, ഒരു അന്ന് സമയത്തുണ്ട് ഇത് കണക്ക് ആൾക്കാർ പറഞ്ഞപ്പോൾ അത് ഇല്ലെന്നുള്ളത് ചുമ്മാ പറഞ്ഞാണ്, യഥാർത്ഥത്തിൽ അങ്ങനത്തെ പ്രശ്നമുണ്ടോ അല്ലെന്നുള്ള രീതിയിൽ അഭിനയിച്ചതെന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നെന്നാണ് ഒരുപാട് പേര് പറയുന്നത്. എന്തായിരുന്നാലും ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയത്തില്ല. ഇനി സാധാ രീതിയിൽ ഇപ്പം പനി സീസണാണ്, അങ്ങനത്തെ പനി ബാധിച്ച ആശുപത്രിയിലായതാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഒരുപാട് പേര് ഇത് കണക്ക് പറയുന്നുണ്ട്, അവർക്ക് പല അത് പറഞ്ഞത് സത്യമായിരിക്കും ക്യാൻസർ ആണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്.